വലിയ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ബാക്കിലൊരു ഗ്രൂപ്പ് ഫോട്ടോ പൂവല് അസൂയൊന്നുമില്ല. വെൽക്കം ടു നാളെ പറയാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ദിവസം. അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. ദീപു ഇന്ന് ഓഫാണ്. അപ്പോൾ ഞാനും അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഒരു ലഞ്ചിന് പോവാം. എവിടെ പോണം? ഞാൻ വാൾട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചത് മൺഡേ ഈവനിങ് ആണ്. അന്ന് ഉച്ചയ്ക്ക് തന്നെയാണ് ദീപു നാട്ടിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കാണില്ല. ഞാൻ വരുന്നപ്പോഴേക്കും ദീപു പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. മാത്രം ഒരു റെസ്റ്റോറൻറ്റ് മാത്രം. ഇവിടുത്തെ ഇൻഡോ ചൈനീസ് ഡിഷസൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ നമ്മളൊരു ചില്ലി ഫിഷും ഫ്രൈഡ് റൈസുമാണ് പറഞ്ഞത്. അങ്ങനെ ഇനി വീട്ടിൽ പോയി ഞാൻ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടുതൽ പറയാം. കാരണം ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്, അതും ഗേൾസ് ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മളൊരു 8 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ ആദ്യമായിട്ടൊരു വലിയ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രൂസ് ട്രിപ്പ് തുടങ്ങുന്നത് നാളെയാണ്, നാളെ തേഴ്സ്ഡേ. പക്ഷേ ഇന്ന് നമ്മൾ നമുക്ക് പോർട്ട് ടാമ്പയിലാണ്, ഫ്ലോറിഡയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടേക്ക് ഫ്ലൈ ചെയ്തിട്ട് അവിടെ നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഈ 8 പേരും കൂടെ അവിടെ പോയി താമസിച്ച് നാളെ രാവിലെയാണ് നമ്മൾ ഷിപ്പിൽ കയറുന്നത്. ഉച്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഷിപ്പിൽ കയറുന്നത്. അത് ഒരു 3 day 4 night ക്രൂസാണ്. അപ്പോൾ 2 ദിവസം ഷിപ്പിൽ തന്നെയാണ്. വലിയ ഗുണമുള്ള ഐറ്റിനറി ഒന്നുമല്ല, എന്നാലും നമ്മുടെ ടൈമും നമ്മുടെ ബഡ്ജറ്റും എല്ലാം കൂടെ ഒക്കെ വന്നപ്പോൾ നമ്മളിതെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസമാണ് കൊസുമൽ മെക്സിക്കോയിലാണ് പോകുന്നത്. ഒരു ദിവസം 2 ദിവസം സീൽ തന്നെയാണ്. തേഴ്സ്ഡേ പോയിട്ട് മൺഡേ രാവിലെ തിരിച്ച് പോർട്ടിലെത്തും. പിന്നെ മൺഡേ ഈ ആഫ്റ്റർനൂണാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. 3 മണിക്കാണ് എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരുന്നത്. കാരണം നമ്മൾ കാർപൂൾ ചെയ്തിട്ടാണ് പോണേ. നമ്മൾ 8 പേരുള്ളതുകൊണ്ട് പല പല ഗ്രൂപ്പായിട്ട് കാർപൂൾ ചെയ്തിട്ടാണ് പോണേ. അപ്പോൾ ഞാൻ ഏകദേശം റെഡിയായേ. എത്ര മണി? 1:45. അപ്പം 3 മണിക്കാണ് എനിക്ക് പിക്കപ്പ് ഉള്ളത്. അതിന് ലാസ്റ്റ് മിനിറ്റ് എൻ്റെ ബാഗ് പാക്ക് ചെയ്യണം. കൊച്ചു ബാഗ് പാക്ക് ആയതുകൊണ്ട് മറഞ്ചു. ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും ദീപുവിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ദീപു ബൈ ഒക്കെ പറഞ്ഞ് പോയി. ഇനി നമുക്ക് താഴെ പോയി ബെഞ്ചിയോട് ബൈ പറയാം. പോയിട്ട് വരട്ടെ ബെന്നു. ബൈ ബെന്നു, ഐ മിസ് യു ബെന്നു. കം. ഞാൻ എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല. വേറൊരാളെ പിക്ക് ചെയ്തിട്ട് വേണം എന്നെ ലാസ്റ്റാണ് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 മണിക്ക് റെഡി ആയിരിക്കാൻ പറഞ്ഞു. പക്ഷെ 3 മണിക്ക് എത്തിയില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി കുക്കുവിൻ്റെ ബസ് പോരും. ഞാൻ കുക്കുവിൻ്റെയും ദീപുവിൻ്റെയും ദേക്കുട്ടിയുടെയും എല്ലാവരുടെ അടുത്തും ഞാൻ യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. രാവിലെ പിള്ളേരുടെ അടുത്ത് യാത്ര പറഞ്ഞു. പിന്നെ ദീപു മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് പോണതിന് മുമ്പ് ഞാൻ ദീപുവിൻ്റെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ടാ. ദീപു ചിലപ്പോൾ മീറ്റിംഗ് പെട്ടെന്ന് തീർന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ മീറ്റിംഗ് തീർന്നില്ല. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, മീറ്റിംഗ് തീർന്നില്ല. 6 മണിക്കാണ് കുക്കു സ്കൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവളെ കാണാം ആക്ച്വലി. അപ്പം ഞാനിപ്പം സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും അവരെത്തുമായിരിക്കും. അപ്പോൾ കറക്റ്റ് ഞാൻ പോകാനുള്ള സമയമാവും. But she didn't come yet, so I could see you, Cuckoo. You thought I left? Yeah, I thought you left. Are you gonna miss me? Yeah. Yeah? Bye. In ACT Club, my ELA teacher said that you're really beautiful. Che! Vaya. ELA teacher. Oh, first kanda teacher. Say thank you. She handed me my paper. She's like, by the way, your mama's very beautiful. I was like, thank you. Cuckoo, how's my shirt? It's good. Are you sad? Binnu, are you sad? Are you sad, Binnu?
Benji, go inside. Bye, Mom. Bye, Vita. Benji, go inside. Vinci, say bye. Say Bye. Bye, 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 bye. ഞാനും നിഷയും ജീനയുമാണ് ഒരു കാറിൽ പോകുന്നത്. ബാക്കി എല്ലാവരും എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാനാണ് പ്ലാൻ. Hello guys. Hello guys. Hello guys. എന്താ പറയുക, ബാക്കി ഇതൊക്കെ ഞാൻ ഇത് അയ്യോ മീശ എടുത്തിട്ടില്ല. ഇത് ഞങ്ങളുടെ ആസ്ഥാന മീശ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയും. മീശ ഞങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ള മീശ. ഞങ്ങളുടെ സ്ഥിരം മീശക്കാരനാണ്. ഞങ്ങൾ ഫണ്ണി റീൽസൊക്കെ എടുക്കുമ്പോൾ മെയിലായിട്ട് ആക്ട് ചെയ്യുന്നത് എപ്പോഴും നിഷയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ കൊടുക്കാം, പോയി ചെക്കൗട്ട് ചെയ്യും. ഞാനേ ക്യാമറയുടെ മുന്നിൽ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ അടങ്ങി ഒതുങ്ങിയിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനും ഫാമിലിയുടെ അടുത്തും ഞാൻ ഭയങ്കര ബഹളം വെച്ച് ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് ഈ വരുന്ന വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. ഇനി ഇവരുടെ കൂടെയാണ് കുറച്ച് ദിവസത്തെ വീഡിയോസ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നപ്പോഴേക്കും എന്താ എയർപോർട്ട് എത്തി കേട്ടോ. വയസ്സാം കാലത്ത് ഗേൾസ് ട്രിപ്പ് പോയി എങ്ങനെ ഇരിക്കും? തുനിയാനും വയ്യ. ഇത് കെട്ടിക്കൊടുക്കണ എന്തിനാന്നറിയോ? ഈ കുട്ടിക്ക് അതിനാ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിലും അതെ എന്റെ മുടി നോക്കൂ, കറുത്തിട്ടേ ഇല്ല. ഇതിനൊത്തിരി പ്രായമുണ്ട്. കുനിയാനൊന്നും വയ്യ. അന്നാ കെട്ടിയാ ആ കാലെടുത്തിട്ട് തോളെ വെച്ച് കൊടുക്കുക, കെട്ടാൻ പറ. പ്രായാധിക്യം മൂലം കുനിയാൻ വയ്യാത്തൊരു. അധികം അഹങ്കരിക്കണ്ട, ഇനി ഇത് താഴേന്ന് പൊക്കാൻ ആള് വേണ്ടി വരും. നമ്മുടെ സഞ്ചരിക്കുന്ന ബേക്കറി നോക്കട്ടെ. പഴോ, ഓ മൈ ഗോഡ്. വെയിറ്റ് ചെയ്യൂ. നമ്മളിപ്പോ തിന്നാൻ വേണ്ടിട്ടല്ലേ അവിടേക്ക് പോകുന്നത്. സത്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങിയാലോ? എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. ഹലോ, നമ്മൾ സെന്റ് ലൂസിനെ ഇറങ്ങിയില്ല, അപ്പോഴേക്കും ഫുഡ് അടി തുടങ്ങി. നമ്മള് കച്ചറകളാവരുത്, നമ്മൾ ഡീസന്റ് ആവാം. ഞാൻ ഡീസന്റ് ആയിട്ട് നടക്കായിരുന്നു ഇത്ര നേരം. കണ്ടു ഞാൻ കലപില ഞാൻ കണ്ടു. ഞാൻ അവിടെ സെക്യൂരിറ്റി ഫോട്ടോ എടുക്കാൻ എന്നെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോ ബാക്കിലൊരു ഗ്രൂപ്പ് ഫോട്ടോ. പൂവല് അസൂയൊന്നുമില്ല, പക്ഷേ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് സെക്യൂരിറ്റി ചെക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ കയറി. അപ്പൊ ഇവിടെ അസൂയ ഡൗൺ ആവണേ, പേര് തെറ്റിപ്പോണേ. പേര് തെറ്റി, ആക്ച്വലി പേര് തെറ്റിയതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെരി കുക്കായിരുന്നു. പിന്നെ പേര് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് കൂക്കി വിളിക്കുന്നു. ഒന്നില്ലെങ്കിൽ ഇത് അമേരിക്കയാണ്. എനിക്കിനൊരു സംശയം ഉണ്ടായിരുന്നു, കമ്പണ്ണനാണ് പ്രസിഡന്റ്. ഓർക്കണ്ടേ? സംശയം ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോ തന്നെ വീട്ടിൽ വിടും. നമുക്ക് അടുത്ത ഫുഡ് എടുക്കാം. കമോൺ. ഞങ്ങളെ കിട്ടി. രാസം പുതിയ പേര് കിട്ടി, രാസം. കൊറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കി ഇതെല്ലാം പിന്നെ ഞാൻ ഇഷ്ടമാണെന്ന് വിളിച്ചോട്ടെ. സന്തോഷമാണ് എന്റെ പുള്ളി വിചാരിച്ച രാസവും പറയാനും സുഖമുണ്ട്. നമ്മൾ ഈ ആക്രാന്തം കാണുമ്പോ തോന്നും നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന്. അതെ, പക്ഷെ 4:30 സമയം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിള്ളേർക്ക് വിശക്കണ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടേ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇനി മാം പോയി ഭക്ഷണം കഴിക്കട്ടെ. തുടങ്ങി ഇതിനാണോ നമ്മൾ വന്നത്? എല്ലാരും കഴിച്ചു. കുട്ടി എന്താ കഴിച്ചാ പറയുന്നത്? റെഡ് ചില്ലീസ് പോയി ചില്ലി ചിക്കൻ ഈ പറ്റി ആരുടെ? എന്റെ പെട്ടി അല്ല, എന്റെ പർപ്പിളായിരുന്നു. അതറിയില്ല. എന്റെ പെട്ടിയിലോ
എൻ്റെ സീറ്റ് പിടിച്ചോ, കിടന്നൊക്കെ പിടിക്കണേ. നമുക്ക് കമ്പി തൂങ്ങി നിന്ന് പോവാന്ന് അവർക്ക് കമ്പി തൂങ്ങി നിന്ന് പോകേണ്ടി വരുന്ന കാരണം കയ്യിലേക്ക് വെച്ചിട്ട് അവരിറക്കി വിടാൻ ചാൻസ്. ഹലോ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ പ്ലെയിനിൽ കയറാൻ പോവാണ്. അവിടെ കിട്ടുന്ന ഗ്ലൂക്കോസ് പൊടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. അവൻ കിട്ടത്തില്ല. കിട്ടും പീനട്സും വെള്ളം കിട്ടും. സ്പ്രൈറ്റ് കിട്ടും. സ്പ്രൈറ്റ് കിട്ടുമോ? വാങ്ങിക്കണ്ടേ? Movies available as well by video messaging. You purchase it at access fees, but if you want to, it's $8. So that we can push back from the gate, please ensure that your seatbelts are fastened and your seat back is straight. Oh, നല്ല രസം നോക്ക്. Wow. Guys, look at the sky. നമ്മൾ ലാൻഡ് ചെയ്യും. ഇത് നമ്മൾ പോയി ലാൻഡ്. അല്ല, ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്യുമോ ഇല്ലയോ? ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഭംഗിയല്ലേ? അതെ, മഞ്ഞ നല്ല ഫുഡ് കൊണ്ടുവന്നു. സമ എന്തെങ്കിലും തിന്നണ്ട ഇങ്ങോട്ട് തരണം. ഒന്നും ഇവിടെ തിന്നാൻ അമ്മ മാത്രം. എന്തെങ്കിലും തിന്നണ്ടെങ്കിൽ ഇങ്ങോട്ടും തരണം എന്ന്. വേണ്ട, ഇത് മതി. ഇപ്പൊ വെയിറ്റ് വാച്ചേഴ്സ് ഉണ്ട്. ഞാൻ വെയിറ്റ് വാച്ചേഴ്സിൽ ഇതിങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിരിക്കുന്ന പെണ്ണിനെ രശ്മി വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു. അപ്പൊ കൊടുക്ക് ചോദിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട്. റഷ്യനെ പറഞ്ഞില്ലേ അവള് കൊണ്ടുപോകില്ല സ്കൂളിൽ. ഇന്നത്തെ വില്ലൻ ഇതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല, ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആ വീട്ടിൽ ഓരോരോ കുപ്പിയുണ്ട്. അതെ, ഓരോരോ ഇടാകുടത്തി വന്ന് ചാടുന്നത്. രശ്മിയുടെ ഇടാകുടങ്ങൾ ഇന്നത്തെ. ടു ബാഡ്. ഫ്രണ്ടിലിരുന്ന് അവരുടെ പുറത്ത് വെള്ളം ഒഴിച്ചു കുളിപ്പിച്ചു. അവര് കുളിപ്പിച്ചു. രശ്മിയുടെ ഒരു ബോട്ടിലില് വെള്ളം തുറന്നപ്പോ വെള്ളം ഫൗണ്ടൻ പോലെ തെറിച്ച് ചിത്തിരിയൊന്നുമല്ല, എന്തോരം വെള്ളം പോയേ. ഫൗണ്ടൻ പോലെ ഇങ്ങോട്ട് പോയി. എന്നിട്ട് രശ്മിയുടെ മുഴുവൻ നനഞ്ഞു. അത് കഴിഞ്ഞപ്പോ രശ്മി പെട്ടെന്ന് തെറിപ്പിച്ച് അപ്പുറത്തേക്ക് നീക്കിയപ്പോ ഫ്രണ്ടിലിരിക്കുന്ന പെണ്ണിന്റെ ബാക്കിൽ ടീഷർട്ട് മൊത്തം നനഞ്ഞു. അത് കഴിഞ്ഞപ്പോ അതിന്റെ കുറച്ച് അപ്പൊ അതിന്റെ സൈഡിലൊരു ഗടാങ്കടി ഇരുന്നു. ഭാഗ്യരശ്മിക്ക് അടി കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് ഈ വാട്ടർ ബോട്ടിൽ എന്താ സംഭവിക്കുക നോക്കാനായിട്ട് രശ്മി ആ സ്ട്രോ എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് സ്ട്രോയില് വെള്ളം കുടിക്കാൻ നോക്കി. അപ്പൊ ചുണ്ടുള്ളിൽ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യാൻ കാല് നേരെ വെച്ച് അതും സംഭവിച്ചു. അവർക്കിട്ട് കുത്തിയ അല്ല, കാലൊന്ന് നീട്ടി വെച്ചപ്പോ മറ്റാള് നമ്മുടെ ചിപ്സ് ഒക്കെ കൊണ്ട് ഇങ്ങനെ ട്രെയിനിൽ കൊണ്ട് വരികയായിരുന്നു. ഭാഗ്യത്തിന് അപ്പോഴും കാല് മാറ്റി. അല്ലെങ്കിൽ അതും മൂക്കും കുത്തി ചിപ്സ് ഒക്കെ മങ്ങടെ മേടി. ഇന്ന് അതുകൊണ്ട് രശ്മി ഫുൾ ഇടാകൂടായിരുന്നു. ആഘോഷമായ സ്റ്റാർട്ടാണ്. ഞാൻ കുറച്ചേരം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ഞാൻ രശ്മി അറിയത്തേ ഇല്ല. ലണ്ടനിൽ ആരോ പറഞ്ഞു വെൽക്കം ടു ടാമ്പ. എത്തിന്ന് പറഞ്ഞ ഇവിടെ കേറാൻ എത്തിന്നല്ലേ പറഞ്ഞേ? സ്ഥലത്ത് കേറിയല്ലോ. ഞാനുണ്ടാക്കി പറഞ്ഞല്ല സത്യം. രശ്മിനെ എങ്ങനെ സേഫ് ആയിട്ട് ഞങ്ങൾ 4 ദിവസം കൊണ്ട് നടക്കുന്നത് എനിക്ക് അറിയില്ല. അതെ, കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ് നമ്മുടെ ഒരു അനിലിനെ വിട്ടുപിരിക്കേണ്ട ഒരു മാനസിക പ്രശ്നമുണ്ട്. സാരില്ല, ക്ഷമിക്കാം. ആ ബാഗ് വല്ലവരും കൊണ്ടുപോകും.
ലാൻഡ് ചെയ്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. സിൻസിയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചോ? ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചു, ഇറങ്ങുമ്പോഴും പ്രാർത്ഥിച്ചു. ഇങ്ങോട്ട് വരും, ആരും എടുത്തിട്ട് പോവില്ല. നമ്മളങ്ങനെ ഊബർ എടുത്ത് 2 ഊബറിലായിട്ടാണ് സിൻസിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോകുന്നത്. ഇതിലേക്ക് അങ്ങനെ ബാക്ക് കയറിലോട്ട് പോകാൻ പറയുന്നത്. നമ്മുടെ തല്ലിപ്പൊളി ടീം വந்தாச்சு. തല്ലിപ്പൊളി വണ്ടി ഇടിച്ച് ചാവണ്ട. അവിടെ കയറ്റിയ പോലെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഈ വീട്ടിന്റെ അകത്ത് കയറിയാൽ കച്ചറ സ്വഭാവം കാണിക്കരുത്. കൂതറ മാത്രമേ പറയുന്ന ആൾ ആദ്യം നമ്മള് സിൻസിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. രശ്മി ബിരിയാണി, ശോഭ ബിരിയാണി, ജീന ബിരിയാണി അടിപൊളി. ഇന്ന് നമ്മൾ ജൂലിയുടെ ഈശ്വര നമ്മൾ ടാമ്പ ഹായ് ഗൈസ്, വെൽക്കം ടു അമ്മൂസ് ചാനൽ. അല്ല അത് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞില്ലേ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോ ടാമ്പ ഫ്ലോറിഡയിലാണ്. ഞങ്ങൾ ജൂലിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ജൂലിയുടെ ബിരിയാണി വളരെ നല്ലതായിരുന്നു. കൂടെ പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു. സൂപ്പർ ബിരിയാണി ആയിരുന്നു, വളരെ സൂപ്പറായിരുന്നു. ഞാൻ പോർക്ക് സാധാരണ അച്ചാറും അടിപൊളി പറയാൻ സമ്മതിക്കുന്നില്ല. പോർക്ക് ഞാൻ സാധാരണ കഴിക്കാറില്ല, പക്ഷെ ഇന്ന് ഇവിടെ കഴിച്ചു. വളരെ നല്ലതായിരുന്നു. ജൂലി, യു ആർ എ ഗുഡ് കുക്ക്. പിന്നെ മൊത്തത്തിൽ ഇവിടുത്തെ സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വെതർ, ഞങ്ങളുടെ പോലെ നശിച്ച തണുപ്പില്ല. പിന്നെ ഞങ്ങളുടെ റൂം സെറ്റപ്പ് പിന്നെ നമ്മുടെ റൂം സെറ്റപ്പ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ അത്രയും ഇല്ല. നമ്മളൊരു സ്പെഷ്യൽ സ്യൂട്ടിലാണ് സ്പെഷ്യൽ സ്യൂട്ട്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ എഡിറ്റ് ചെയ്തോളെ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. നാട്ടിലെ ഒരു അപശബ്ദം കേട്ടു, പക്ഷെ ഇവിടെ ആന ശരിക്കും ഗൈസ്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒത്തിരി സന്തുഷ്ടരാണ്. ഇപ്പം ഇവിടെ രാത്രി 11:30 ഞങ്ങളുടെ നാട്ടിൽ സെയിന്റ് ലൂയിസിൽ 10:30 ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒട്ടും ക്ഷീണമില്ല. പക്ഷെ ഇവിടുത്തെ വീട്ടിലെ ആൾക്കാർ ഈ വീട്ടിലെ ഹോസ്റ്റ്സിന് ഉറങ്ങാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങളും ഉറങ്ങാനായിട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഡോറിന് കയറുന്നതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് ബിഹേവ് ചെയ്യണം, പക്ഷെ കച്ചറയാവരുത് എന്നൊക്കെ. പക്ഷെ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പക്ഷെ ആ പറഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് കച്ചറയല്ല ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നാളെ ഡീസന്റ് ആവും ഒന്നും കൂടെ. ഭാഗ്യത്തിന് ജൂലിക്ക് ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ജൂലിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നു. സോ നിർത്തിയാലോ? അപ്പൊ താങ്ക്സ് ജൂലി. ജൂലിയുടെ സ്വന്തം കൂട്ടുകാർ, ജൂലിയുടെ പുതിയ കൂട്ടുകാർ, അപ്പൊ ഗുഡ് നൈറ്റ് പറയാം. നമ്മൾ അടുത്ത വീഡിയോ നമ്മുടെ ക്രൂസ് വീഡിയോ നാളെയാണ് ഇമ്പോർട്ടന്റ്. നാളെ ഗൈസ് ഞങ്ങൾ ക്രൂസിൽ കയറും. സോ ജോയിൻ us then. Bye.